ഹായ് മക്കളെ, ഇനി അടുത്ത പരീക്ഷ സോഷ്യൽ സയൻസ് ആണ് അല്ലേ. സോഷ്യൽ സയൻസ് ശരിക്കും കുറച്ചധികം കാര്യങ്ങൾ 9th നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോഷ്യൽ സയൻസ് നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണ്, പാർട്ട് 1 പാർട്ട്. നമ്മൾ തന്നെ ജോഗ്രഫി ഹിസ്റ്ററി എന്ന് വിളിക്കാറുണ്ട്. രണ്ടും പാടെ 16 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റും സോഷ്യൽ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഒരു സാധനം, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും അത്യാവശ്യം പഠിക്കാനുള്ളതാണ് 9th ഇത്തവണ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നത്. എല്ലാ ചാപ്റ്റേഴ്സും അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇനി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചാപ്റ്റേഴ്സിനെ വളരെ ഈസി ആക്കി പഠിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ പഠിച്ച കാര്യത്തെ പെട്ടെന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കുക. നമ്മളൊക്കെ വായിച്ച് പോകും. ഒന്നാമത്തെ ചാപ്റ്റർ വായിച്ച് ഏകദേശം നമ്മൾ 8ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ അതൊക്കെ മറന്നു പോകും. അപ്പൊ അത് റിവൈസ് ചെയ്യാൻ നോക്കും, വീണ്ടും നമ്മൾ ആദ്യം മുതൽ വായിക്കേണ്ടി വരും അല്ലേ. എന്നാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചാലും അത് നമുക്ക് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക എന്നുള്ളത്. വളരെ എഫക്റ്റീവായിട്ട് വളരെ റിസൾട്ട് എന്ന ഒരു മെത്തേഡ്, വളരെ സിമ്പിൾ. അതായത് ഒരു പുതിയ മെത്തേഡൊന്നുമല്ല, 2025 നിഹാൽ സാർ കണ്ടെത്തിയ മെത്തേഡൊന്നുമല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഇപ്പൊ നിങ്ങൾ പലരും ചോദിക്കും, എന്തിനാ നിഹാൽ സാർ നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കും, നമുക്ക് ഒരുപാട് ചെറിയ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ അല്ലേ. ചിലപ്പോൾ നമ്മൾ എജുപോന്റെ ക്ലാസ് നിങ്ങളുടെ നോട്ട് ഉണ്ടായിരിക്കും, ആ നോട്ടൊക്കെ പോരെന്ന് ചോദിക്കും. ഇറ്റ്സ് ഇനഫ്. പക്ഷേ നമ്മുടേതായ രീതിയിൽ നമ്മളൊരു ഹാർഡ് വർക്ക് എടുത്ത് നമ്മുടെ ഒരു എഫേർട്ട് അതിലിട്ട് നമ്മൾ തയ്യാറാക്കുന്ന നോട്ട്സ്, അതിന്റെ റിസൾട്ട് വേറെ തന്നെയായിരിക്കും. നമ്മൾ മറ്റൊരാൾ തയ്യാറാക്കിയ നോട്ട്സ് നമ്മൾ കാണാതെ പഠിക്കുന്നു, നമ്മൾ ക്ലാസ് പഠിക്കുന്നതിനൊപ്പം നമ്മളൊരു ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നതിന് കൂടെ നമ്മളത് തയ്യാറാക്കുമ്പോൾ അതിന്റെ റിസൾട്ട് 10x ആയിരിക്കും, 10 മടങ്ങായിരിക്കും അതിന്റെ എക്സ്ട്രാ റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് പിന്നെ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ജനാധിപത്യ വ്യാപനം സ്ഥാപനങ്ങളുടെ എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിനെ എളുപ്പത്തിൽ ഒരൊറ്റ ചെറിയ പേജിലേക്ക് നമുക്ക് എങ്ങനെ ഒതുക്കാം. ഇത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഞാൻ തയ്യാറാക്കുന്ന ഷോർട്ട് നോട്ട് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ തയ്യാറാക്കും. അപ്പൊ നിങ്ങൾക്ക് വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ കൺവിൻസ് ആയാൽ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. വേറെ ആരും അതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോക്കണം, അതിൽ വൃത്തിയോ വെടുപ്പോ ഒന്നും നിങ്ങൾ നോക്കണം. നിങ്ങൾക്കത് വായിച്ചാൽ എന്ത് ചെയ്യണം, മനസ്സിലാവണം. ഈ ഓരോ കോഡുകളും നമ്മൾ എഴുതിയ ഓരോ കാര്യങ്ങളും ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെ റിവൈസ് ചെയ്യാൻ സാധിക്കും. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് നോട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിന്റെ ചെറിയ ഷോർട്ട് നോട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു തരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ പ്രധാനമായും കമ്മീഷൻസിനെ പറ്റി പഠിക്കാൻ, ഒരുപാട് കമ്മീഷൻ അല്ലേ. നേരെ എന്റെ ടാബ്ലറ്റ് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇത്രയും കമ്മീഷൻ നമുക്ക് പഠിക്കാണ്ട്, 6 കമ്മീഷൻസ്. അപ്പൊ നിങ്ങൾ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ലെഫ്റ്റ് സൈഡിൽ എളുപ്പത്തിൽ 6 കമ്മീഷന്റെ പേര് നിങ്ങൾ പഠിച്ചേക്കണം. ഏതൊക്കെയുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, NC എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മീഷൻ വുമൺ എന്നാണ് NC ഷോർട്ട് ആക്കി കേട്ടോ. എന്താ പിന്നെ ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ട്, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി പിന്നോക്ക കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മ്യൂണിറ്റി ഫോർ SC and ST പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, എന്താണ് ദേശീയ പിന്നോക്ക അവസ്ഥ കമ്മിറ്റി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. അപ്പൊ ഈ കമ്മീഷൻ ആദ്യം 6 നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ അടുത്തൊരു പ്രത്യേകത, ഈ ഓരോ കമ്മീഷന്റെയും അതിന്റെ അത് എന്നാണ് നിലയിൽ വന്നത് നിങ്ങളൊന്ന് ഈ ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കും. നമ്മൾ ആദ്യം നോക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അല്ലെ. ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ഇവിടെ ഒരുപാട് പാരഗ്രാഫ് ആയിട്ട് പല കാര്യങ്ങളും തന്നിട്ടില്ലേ. പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരെ ഇതിലേക്ക് ശ്രദ്ധിക്കും. നിങ്ങൾ ആദ്യം നോക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഈസി എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് എന്ത് ഇലക്ഷൻ കമ്മീഷൻ നിലയിൽ വന്നത്. നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ 3, 2, 4 ആർട്ടിക്കിൾ പഠിക്കണം. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷത്തിൽ 1950 ജനുവരി 25, അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേന്റെ ഒരൊറ്റ ദിവസം, തലേ ദിവസം. പിന്നെ അവിടെ ഉള്ളത് എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, അതായത് CEC എന്നിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. 2 കമ്മീഷണർമാർ, 2 കമ്മീഷണർമാരുണ്ടായിരിക്കുക. ഇതിന്റെ കാലാവധി 6 വർഷത്തേക്കാണ്, 6 years. അതല്ലെങ്കിലോ അതിലെ കമ്മീഷന്റെ വയസ്സ് 65 വയസ്സാവണം. ഇതാണ് ഏറ്റവും ബേസിക് ആയി നിങ്ങൾ പഠിക്കുക. അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഘടന. എക്സാമിന് ചിലപ്പോൾ ആ ഘടനയുടെ ചോദിക്കാം, വാട്ട് ആർ ദ സ്ട്രക്ചർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ ചോദിക്കുന്ന ഫംഗ്ഷൻ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. ഫംഗ്ഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ആ ഫംഗ്ഷൻ നിങ്ങൾ എല്ലാത്തിനും ഫംഗ്ഷൻ ഒരു പ്രത്യേകത ലാസ്റ്റ് പറഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ ഈ രീതിയിൽ ഇനി രണ്ടാമത് നോക്കുക നിങ്ങൾ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നപ്പോഴാണ് നിലവന്നത് ഒക്ടോബർ 12, 1993 3 വർഷത്തേക്കാണ് ഇതിന്റെ ഒരു കാലാവധി. ആ 3 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ കമ്മീഷണർ വയസ്സ് 70 വയസ്സ് പൂർത്തീകരിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിന്റെ അണ്ടറിൽ വരുന്ന നിയമമാണെന്ത്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് 1993. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ബാക്കിയുള്ള കമ്മീഷന്റെ ഒക്കെ പ്രത്യേകത, ബാക്കി എല്ലാ കമ്മീഷന്റെയും കാലാവധി 3 വർഷമാണ്. ഇലക്ഷൻ കമ്മീഷൻ മാത്രമുള്ള 6 വർഷം. അതുപോലെ എല്ലാ കമ്മീഷനും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ന്യൂഡൽഹിയാണ്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഒക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട. ഇനി അടുത്ത് നോക്ക് നിങ്ങൾ, എന്താണ് നാഷണൽ വുമൺ കമ്മീഷൻ 1992 ജനുവരി 31 അത് നിലവിൽ വരുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കൂ, 1 ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, 1 മെമ്പർ സെക്രട്ടറി. ഇങ്ങനെ 7 അംഗങ്ങളാണ് എവിടെ ഉണ്ടായിരിക്കുക, ഈ പറയുന്ന നാഷണൽ വനിതാ വുമൺ കമ്മീഷൻ ഉണ്ടായിരിക്കും. അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിന്റെ അണ്ടറിലുള്ള 2 നിയമങ്ങൾ, ഒന്ന് സ്ത്രീധന നിരോധന നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1961. രണ്ടാമത് ഗാർഹിക പീഡന നിരോധന നിയമം. എന്താ പറയുന്നത്,
പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എവിടെ ഉള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ കമ്മീഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇതിന് ഈ മൂന്നിനെയും ഫംഗ്ഷൻ ഞാൻ ചുമ്മാ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ഷൻ നടക്കുന്ന ഡേറ്റ് മുതൽ അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് വരെയുള്ള കാര്യം ഉണ്ടല്ലോ, മൊത്തം ആരെ ഫംഗ്ഷനാ? ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷനാ. അപ്പോൾ അതൊന്നും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ ഈ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷൻ ലക്ഷ്യം എന്താ? മനുഷ്യാവകാശ കമ്മീഷൻ എവിടെ അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങൾ എവിടെയും ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായി അത് മനസ്സിലാക്കുക, അതിനെതിരെ കേസെടുക്കുക, അതിനുവേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പൊ അതിന്റെ കോർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ബാക്കി വരുന്ന മൂന്നാ നോക്കൂ. നാഷണൽ മൈനോറിറ്റി പിന്നോക്ക കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. ഇത് മൂന്നിന്റെ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങൾ ഒരു ഞാനിപ്പോൾ ഉണ്ടാക്കിയ സാമ്പിൾ നോട്ട് പോലെ, അതായത് ഒരു പേജിന് അപ്പുറത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഷോർട്ട് നോട്ട് പോകാൻ വേണ്ടി പാടില്ല. റെഡി? അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ ഒക്കെ റിവൈസ് ചെയ്തൊക്കെ നിങ്ങൾ പഠിച്ച് പരീക്ഷണ തലേദിവസം ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് നോട്ട് അങ്ങ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിവൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അടിപൊളി ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ, ഞാൻ എങ്ങനെ എൻ്റെ രീതിയിൽ ഇത് ഉണ്ടാക്കിയെന്നാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും സജഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ താഴെ സജഷൻസ് ആഡ് ചെയ്യാം. അതുപോലെ ഏതാണ് നിങ്ങളുടെ 9th ഏറ്റവും ടഫ്, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്ന ടോപ്പിക്, ചാപ്റ്റർ ഏതാ, നിങ്ങൾ താഴെ നിർബന്ധമായും കമന്റ് ചെയ്യുക. ആ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ട്രിക്സ് ആൻഡ് ടിപ്സ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് അതുപോലെ തന്നെ ലൈവ് സീരീസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിലൊക്കെ നിർബന്ധം നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കണം. നിങ്ങൾ ഇത് ഹെൽപ്ഫുൾ ആയോ ഇല്ലേ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ലൈവായി കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.